ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തേത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതിൽ നമ്മൾ തേങ്ങാപ്പാലൊന്നും യൂസ് ചെയ്യുന്നില്ല. അതുപോലെ വളരെ എളുപ്പത്തിൽ പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് സ്റ്റവ് ഓൺ ആക്കിയിട്ട് നമുക്ക് കുക്കർ വെക്കാം. ചൂടായി കഴിഞ്ഞാൽ അതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 3-4 ഗ്രാമ്പു, പിന്നെ കുറച്ച് കറുവപ്പട്ട, പിന്നെ ഒരു 1/4 ടീസ്പൂണിലും കുറവായിട്ട് പെരുംജീരകം, അതായത് വലിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു നുള്ള് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം എണ്ണയിൽ നിന്ന് ഒന്ന് പൊട്ടി വന്നാൽ അതിലേക്ക് ഞാനൊരു 5 മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ 1.5 കിലോനടുത്തായിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനാണ് 5 സവാളയായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ കൂടുതലായിട്ട് സവാള എടുത്താൽ കറി ഒരു മധുരമായിട്ട് ടേസ്റ്റ് ഉണ്ടാവും. അപ്പം കുറച്ച് സവാള എടുത്താൽ മതി. ഇനിയിപ്പം നിങ്ങൾക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ കറി വേണമെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് സവാള എടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇനി അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ചതച്ചിട്ടല്ല, ചെറുതായി കട്ട് ചെയ്തിട്ടാണ്. അതേപോലെ തന്നെ വെളുത്തുള്ളിയും ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാൻ. സവാളയൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകാൻ പാടില്ല. പിന്നെ അധികം അങ്ങ് ഗോൾഡൻ കളറായിട്ടും പോവണ്ട, കാരണം നമ്മുടെ കറി കളറ് ചേഞ്ചായി പോകും. ചിക്കൻ സ്റ്റൂക്ക് എന്ന് പറയുമ്പോൾ ഒരു വൈറ്റ് കളറിലല്ല ഉണ്ടാവാൻ. അപ്പം അധികം അങ്ങ് കളറ് ചേഞ്ചായിട്ട് സവാള വഴറ്റിയെടുക്കണ്ട. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 5-6 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ സ്റ്റൂവിൽ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ക്യാരറ്റ് ഇതേപോലെ ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൊട്ടറ്റോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിവിടെ 2 ക്യാരറ്റും അതുപോലെ തന്നെ കുറച്ച് വലിയ സൈസുള്ള 2 പൊട്ടറ്റോ ഇങ്ങനെ ക്യൂബാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 കിലോനടുത്തായിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടേനോ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടിപ്പോകാൻ പാടില്ല. നമ്മൾ ചിക്കൻ്റെ അകത്തുനിന്ന് വെള്ളം വരും, അതുപോലെ സവാളേൻ്റെ അകത്തുനിന്നൊക്കെ വെള്ളം വരും. അപ്പോൾ ഇതാ ഈ ഒരു അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2-3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കുക്കറിന് 3 വിസിൽ വന്നതിന് ശേഷം സ്റ്റവ് ഓഫാക്കിയിട്ട് കംപ്ലീറ്റ് അതിൻ്റെ പ്രഷർ പോയതിന് ശേഷം ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണയായിട്ട് ചിക്കൻ സ്റ്റൂവിൽ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കാറ്. ഞാനിവിടെ നമ്മുടെ പശുവും പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് അതിൽ നിന്ന് തിളച്ച് വരണം കേട്ടോ. ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ തേങ്ങാപ്പാലുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് തേങ്ങാപ്പാൽ എടുത്താൽ മതി. തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. പശുവും പാലാന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റൊന്നും ഒരു മാറ്റമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്ന ടൈമിൽ നമുക്കിതിന് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇതിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളക് ഉണ്ടെങ്കിൽ അത് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണിനടുത്തായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണിൽ കുറച്ച് കൂടുതലായിട്ട് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗരം മസാലേൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ഇതിൻ്റെയൊക്കെ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുത്തതാണ്. എന്നാലും കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഗരം മസാലേൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ അതിൽ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഫ്രഷ് ക്രീമാണ് കേട്ടോ. ചിക്കൻ സ്റ്റൂവിൽ സാധാരണയായിട്ട് കാഷ്യൂ ഒക്കെ അരച്ചിട്ട് ചേർക്കാറില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് എരിവിൻ്റെ കുറവുള്ളതുകൊണ്ട് കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂണിനടുത്തായിട്ട് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ചിക്കൻ സ്റ്റൂവിന് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗീ ഒന്ന് വറുത്ത് ഇടാം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 2 ടീസ്പൂണോളം ഗീ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളിയില്ല, അത് ചെറുതായി കട്ട് ചെയ്തും കൂടി ഇട്ടിട്ട് ഒന്ന് ഗോൾഡൻ കളറായി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാൻ. അതിൽ നിന്ന് ആ കുഞ്ഞുള്ളി നമുക്ക് നമ്മുടെ ചിക്കൻ സ്റ്റൂവിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി നന്നായിട്ടൊന്ന് അടച്ച് വെക്കാം. ആ ഒരു ഫ്ലേവറെല്ലാം നമ്മുടെ കറിയിൽ ഇതാകുന്നത് വരെ ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.